ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മളിരിക്കുന്നത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊന്നിനെ തിരിച്ചയക്കുകയാണ്. ഇപ്പോൾ വിസയൊക്കെ കാലാവധി കഴിഞ്ഞ് അതിനെ തിരിച്ചയക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു 2 സർപ്രൈസാണുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണാം. സർപ്രൈസ് എന്താണെന്ന് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അബുദാബി എയർപോർട്ടിൽ വന്നിരിക്കുന്നത് 48 മണിക്കൂറിൻ്റെ PCR ടെസ്റ്റ് എടുത്തു. അതേപോലെ തന്നെ നമ്മൾ PCR ടെസ്റ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ ടെസ്റ്റ് റിസൾട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ എയർ സുവിധ എടുത്തത്. അങ്ങനെ നമ്മളതെല്ലാം എടുത്തിട്ട് നമ്മൾ ഇമിഗ്രേഷനും ടിക്കറ്റ് കൗണ്ടറിലെ എല്ലാ സംഭവം വെയിറ്റ് എല്ലാം ഓക്കെ ആയി. നമ്മളിപ്പോൾ ഡ്യൂട്ടി പേഡിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നാട്ടിലേക്ക്. മുന്നൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ദുബായ് വഴിക്കായിരുന്നു. ഇതിപ്പോൾ ഒരാൾ ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പുലർച്ചെ 3 മണിക്കാണ് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മൾ പോണത്. അപ്പോൾ അവൾക്ക് ചായ കുടിക്കണം, വയറ് കാളിയിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ചായ മേടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കോവിഡ് ടെസ്റ്റ് 48 മണിക്കൂറിൻ്റെ കോവിഡ് ടെസ്റ്റ്. ഈ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ ടൈമിനനുസരിച്ചിട്ടാണ് ഈ ഓരോ റൂൾസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ 72 മണിക്കൂറായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ റിസ്കിനനുസരിച്ചിട്ടാണ് ഈ ട്രാവലിങ്ങിൻ്റെ PCR ടെസ്റ്റും മറ്റേ എയർസേവിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഞാൻ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആണ് വേണ്ടത്. പിന്നെ അടുത്തത് നമുക്ക് ഈ ഡ്യൂട്ടി പീരീഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഡ്യൂട്ടി പീരീഡ് അടുത്തത് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഡ്യൂട്ടി പീരീഡാണ്. അപ്പോൾ ചിലപ്പോൾ എന്നെ കാണൂല, ഞാൻ എൻ്റെ ഷോൾഡറിലാണ് ക്യാമറ സെറ്റ് ചെയ്യുന്നത്, ഗോപ്രോ. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഇയറിൽ നാട്ടിലേക്ക് പോകുമ്പോൾ ദുബായ് ടെർമിനൽ 1ൻ്റെ കാഴ്ചകൾ ഞാൻ ഇതേപോലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി പീരീഡിൽ നമ്മുടെ സാധാരണക്കാരൻ്റെ പാർട്ട് 69 ഉണ്ടോയെന്ന് തപ്പിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി പീരീഡിൽ നടക്കാൻ പോണേ. അപ്പോൾ 2 ബോർഡിംഗ് പാസ് ഉണ്ട്. 2 ബോർഡിംഗ് പാസിൽ എത്ര കിട്ടും എന്തൊക്കെയാണെന്നാണ് അടുത്ത സംഭവത്തിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത്, ഡ്യൂട്ടി പീരീഡിലേക്ക്. അപ്പോൾ ദുബായുടെ അത്ര ഒന്നുമില്ല ഇവിടുത്തെ ഡ്യൂട്ടി പീരീഡ് ഷോപ്പ്, ചെറുതാണ്. ഇത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1ലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ചായ കുടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്യൂട്ടി പീരീഡിലേക്ക് സാധാരണക്കാരൻ്റെ ആയ മാറ്റി 69 ഈ സംഭവം ഇവിടെ ഉണ്ടോയെന്ന്, എല്ലാ ഓഫറിൽ കിട്ടുമെന്ന് നോക്കാൻ പോകാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ വന്ന്. അപ്പോൾ ഒരു സർപ്രൈസ് ഉള്ളതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റ് ചെയ്തതിൽ നമ്മുടെ പൊന്നുവിൻ്റെ പാസ്പോർട്ട് വെച്ചിട്ടാണ് ആൾ ആ സാധനം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സംഭവത്തിന് ഇവിടെ ടാക്സ് ഫ്രീ ഉണ്ട്. ആൾ എല്ലാ ഡീറ്റെയിലും ബില്ലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ ടാക്സ് ഫ്രീ എത്ര രൂപ നമുക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? നമുക്ക് ഈ പ്ലാനറ്റിൽ. അപ്പോൾ എന്താ സംഭവം? ആ സർപ്രൈസ് ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിയട്ടെ. എന്തായിരുന്നു സർപ്രൈസ്? ഈ പ്ലാനറ്റിലേക്ക് എന്തിനാണ് പോണേ? ടാക്സ് കിട്ടാൻ. വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്ത് സംഭവം കാണിച്ചു കൊടുത്തിട്ട്, എന്ത് ബില്ല് കാണിച്ചു കൊടുത്താലും ടാക്സ് ഫ്രീ കിട്ടാൻ. അപ്പോൾ പൊന്നുവിന് ഒരു ഗോൾഡ് ഒരാൾ സർപ്രൈസായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്നൂനല്ല, ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ വരുന്നുണ്ട്, അതും ഡബിൾ സർപ്രൈസാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ചെയ്തതാണ് ഒരു വ്യക്തി. അപ്പോൾ ആളുടെ പേരും കാര്യങ്ങളും ഒന്നും വെളിപ്പെടുത്തരുത്, ഒരിക്കലും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളിനെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, അതിന് ടാക്സ് ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ടിലാണ് ആൾ പർച്ചേസ് ചെയ്തതാണ്. ആൾ പാസ്പോർട്ടിൻ്റെ കോപ്പി മേടിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തതാണ്. ജോസ്കോ എന്നാണ് പർച്ചേസ് ചെയ്ത് തന്നത്. സ്വർണ്ണമാണ്. അപ്പോൾ ആ സ്വർണ്ണത്തിന് ഗോൾഡ് പ്ലാനറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടാക്സ് ഫ്രീ കിട്ടും. പൈസയാണ്, ദിർഹമാണ്. അത് എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് പ്ലാനറ്റിൽ പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ. ബാക്കി വിശേഷം നമുക്ക് ഇതാ വന്ന്.
ജാക്ക് ഡാനിയൽ വിസ്കി 1 ലിറ്ററിന് എത്ര? 129. എത്ര ഓഫർ? 130. 65 റുപ്യ സേവ് ചെയ്യാന്നല്ലേ? 130. ഏത് മേടിക്കുക മോനെ? ഫോട്ടോ എടുക്കണം. ഒരു ചെറിയൊരു സർക്കിളാണത്. അവിടെ അധികം ഒന്നും ഡ്യൂട്ടി വീട് എന്ന് പറയാനായിട്ട് ഡ്യൂട്ടി ഷോപ്പുകളൊന്നും അധികം ഇല്ല. ചെറിയൊരു സർക്കിളാട്ടോ. ആ അത്രയ്ക്കുള്ളോ? കോഴിക്കോട് ഇന്റർനാഷണൽ അത്രയ്ക്കുള്ളോ? ഏതെടുക്കണ്ടേ? ഏതെടുക്കണ്ട വേണേ? എന്നോടോ പാവൻ ചേട്ടനെ നിരാശ. നമ്മുടെ വാറ്റ് സിസ്റ്റം ഉണ്ടായെന്ന് നോക്കിയിട്ട് നടന്നത് അത് കാണാമല്ലോ. ചേട്ടൻ്റെ അവസ്ഥ അതാണ് കെട്ടിയന്മാർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഫോൺ വിളിച്ചിട്ട് ചോദിക്കണേ എന്താ മേടിക്കണ്ടേ എന്താണ്. എന്തായാലും നമുക്ക് ഏതാ മേടിക്കണ്ടേ? ക്വാറന്റൈൻ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കണ്ടേ? ക്വാറന്റൈൻ കൂട്ടുകാരനായിട്ട് വാറ്റ് 69 കാണാമല്ലോ. എന്താ മേടിക്കണ്ടവന്? ജാക്ക് ഡാനിയൽ എടുത്താലോ? ഫയർ മറ്റൊന്നും അറിയാം. ഫയർ പണിയെന്നൊക്കെ അവിടെ ഉണ്ടാവും. ഇതെന്താ ന്യൂസോ? അതിനല്ല ഫയർ കൊണ്ടോട് ടീച്ചേഴ്സ് എടുത്താലോ? ഫയർ ഇല്ല കേട്ടോ, കണ്ടില്ലേ?
എന്താ വേണ്ടേ? വേണ്ട ഉരുളക്കിഴങ്ങ്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സാധനം ഇവിടെ ഇല്ല. ജാക്ക് ഡാനിയൽ ഫയറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു, ജാക്ക് ഡാനിയൽ ഫയർ. ആ സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഓഫറിലുള്ളത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ വേണ്ട, അത് ജാക്ക് ഡാനിയൽ എടുത്തു മോളെ. ഒരു ബോട്ടിൽ ജാക്ക് ഡാനിയൽ 129 ദിർഹം. കൊച്ചിയിലുണ്ടാവോ? ആ Hmm?